വയനാട് നമ്മൾ സംഘടിപ്പിച്ചൊരു ക്യാമ്പിൽ ഒരു മനുഷ്യന്റെ അനുഭവം സൂചിപ്പിച്ചു. അദ്ദേഹം കള്ളുകുടിച്ച് ഒരു ആദിവാസിയായ മനുഷ്യനാണ്. തന്റെ ഗ്രാമത്തിലേക്ക് വന്നപ്പോ അച്ഛൻ ചൂടായി. മദ്യലഹരിയിൽ അച്ഛനോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല. ദേഷ്യത്തിൽ അച്ഛനെ തല്ലി. അച്ഛൻ താഴെ വീണ് തലയിൽ നിന്ന് രക്തം വന്നു. ആ മനുഷ്യൻ മദ്യത്തിന്റെ ലഹരിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒരു ചായക്കടയിൽ ചെന്നു. രാത്രി വിശ്രമിച്ചു. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോ ഒരു തുണ്ട് കടലാസാണ് കണ്ടത്. ഏതോ ഒരു മനുഷ്യൻ അവിടെ വിട്ടേച്ചു പോയ അല്ലെങ്കിൽ ചുരുട്ടി വലിച്ചെറിഞ്ഞൊരു കടലാസ്. അതിൽ എഴുതിയിട്ടുണ്ട്, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, മാതാപിതാക്കളോട് നന്മ ചെയ്യണം. പരിശുദ്ധ ഖുർആൻ. എന്താണ് ഈ ഖുർആൻ? ഏതാണ് ഈ ഖുർആൻ? ഇത്രയേറെ സുന്ദരമായി മാതാപിതാക്കളോട് പെരുമാറണമെന്ന് പറയുന്ന ഈ ഗ്രന്ഥമേത്? ആ മനുഷ്യൻ അന്വേഷിച്ചു. പട്ടണത്തിലേക്ക് ചെന്ന് ഖുർആൻ പഠിച്ചു, ഇസ്ലാം സ്വീകരിച്ചു. ഒരുപക്ഷെ ആ മനുഷ്യൻ അറിയില്ല, ആ ലഘുലേഖ കടയിൽ വെച്ച് പോയ മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും അറിഞ്ഞിട്ടുണ്ടാകൂല അയാള് കാരണം ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു എന്ന്. അതാണ് സഹോദരന്മാരെ ആസാറുകൾ, നമ്മൾ ചെയ്തതിന്റെ അനന്തര ഫലങ്ങൾ. നമ്മൾ മരണപ്പെട്ടാലും നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചാലും ആയിരക്കണക്കിന് മനുഷ്യന്മാരുടെ നമസ്കാരങ്ങളും ആയിരക്കണക്കിന് മനുഷ്യന്മാരുടെ കർമ്മങ്ങളും നമ്മുടെ ഖബറിലേക്ക് എത്തണം. ഇത് നഷ്ടമില്ലാത്ത കച്ചവടമാണ്. ബാക്കി എല്ലാ കച്ചവടത്തിലും നഷ്ടം ഉണ്ടാകും. ഇതൊരു നഷ്ടവുമില്ലാത്ത കച്ചവടമാണ്. അതുകൊണ്ട് എത്ര അള്ളാഹുവിന്റെ മാർഗത്തിൽ പണം ചിലവഴിച്ചാലും, എത്ര ആരോഗ്യം ചിലവഴിച്ചാലും, എത്ര സമയം ചിലവഴിച്ചാലും ഇത് നഷ്ടമില്ലാത്ത കച്ചവടമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം.